ഒത്തിരി പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ഈ റംബുട്ടാൻ കൃഷി ചെയ്യാൻ പറ്റുമോ, റംബുട്ടാൻ്റെ ഭാവി എങ്ങനെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ ഈ വിദേശത്തുള്ളവരൊക്കെ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു സ്ഥിരതേകരണം ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത്. ശരിക്കും N18 പോലെയുള്ള ഇനങ്ങൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ കൂടുതലായിട്ട് തോട്ടമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു മാർക്കറ്റുണ്ട്. നമുക്കൊരു 50-നും 100-നും ഇടയ്ക്കുള്ള ഒരു വില പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അതിന് മേലെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സാധനം ഇത് കഴിക്കാനുള്ള ഒരാളുടെ അടുത്ത് എത്തുമ്പോഴത്തേനും 150-200 ആകും. അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ കുറയും. പക്ഷേ റംബുട്ടാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ മരത്തേൽ ഇത് നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ 1 മാസം വരെ മരത്തേ നിൽക്കും. വലിയ പൊഴിച്ചിലൊന്നും ഇല്ലാതെ മരത്തേ നിൽക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള, കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് മീഡിയം റേഞ്ചിലാണെങ്കിൽ ആൾക്കാർ ഇത് കൂടുതൽ മേടിച്ച് കഴിക്കും. അതുകൊണ്ട് റംബുട്ടാന് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി തന്നെയുണ്ട്. അത് പക്ഷേ 1-2 എണ്ണമായിട്ട് വെക്കുന്നവർക്കൊന്നും വലിയൊരു ഗുണം കിട്ടുകയില്ല. ഇപ്പം നമ്മുടെ ഈ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ റംബുട്ടാൻ ഇപ്പോഴും മാർക്കറ്റിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല. അപ്പം ഡൽഹി, ബോംബെ പോലുള്ള വലിയ പട്ടണങ്ങളിൽ ഈ ഫ്രൂട്ട്സിന് നല്ല ആവശ്യക്കാരുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു 100 രൂപയ്ക്കെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു മാർക്കറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവിടെ വിൽക്കുമ്പോഴത്തേനും ഒരു മാക്സിമം ഒരു 200 രൂപ, ആ ഒരു റേഞ്ചിൽ. 100 രൂപയ്ക്കാണേലും സ്ഥിരമായിട്ട് കിട്ടിയാൽ ഇത് ലാഭകരമായ കൃഷിയാണ്. ഇപ്പം ഇതുപോലെ ഒരു മരത്തേന്ന് ഒരു 10-25 കിലോ പഴം കിട്ടുന്നതിന് ഒരു പാടുമില്ല. 15 കിലോ കിട്ടിക്കഴിഞ്ഞാൽ 1500 രൂപ കിട്ടും. ചെറിയൊരു ഇത് 3-ാം വർഷം ഒരു മരത്തേന്ന് 1500 രൂപ 2000 രൂപ ഒരു മരത്തേന്ന് കിട്ടിയാൽ പോലും നമുക്ക് ലാഭകരം. ഇച്ചിരി അടുപ്പിച്ച് വെക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലാഭകരമാണ്.